ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിൽ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സച്ചി രവീന്ദ്രനെ ഷോറൂമിൻ്റെ മുതലാളിയാക്കുകയാണ്. അതൊക്കെ കാണുന്ന ശ്രുതിക്ക് നല്ല വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ശ്രുതിയോട് സച്ചി ജോലിക്കാരൻ്റെ രീതിയിൽ പെരുമാറുകയാണ്. എടാ, നീ ഇങ്ങനെ ജോലിക്ക് പോകാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പഴയത് കണക്ക് നീ ഷോറൂമിൻ്റെ ഓണറല്ല, നീ അവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്കും ദേഷ്യം വരും. എടാ, നീ കുറച്ച് നേരം ആയാലോ അവനെ ഇട്ട് ജോലിക്കാരൻ്റെ കണക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നീ അവനെ ഷോറൂമിലെ കേവലം മാനേജരാക്കി, നീ എന്നിട്ട് രവിയേട്ടനെ മുതലാളിയാക്കി. നിനക്ക് നിൻ്റെ അച്ഛനോടുള്ള സ്നേഹക്കൂട് കൊണ്ടൊന്നുമില്ല നീ അങ്ങനെ ചെയ്തത്. എൻ്റെ മോനെ കളിയാക്കാൻ വേണ്ടിയല്ലോ. നീ കാരണമാണ് ഇന്ന് ആ ഷോറൂമിൽ വെച്ച് എൻ്റെ മോൻ അപമാനിക്കപ്പെട്ടതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രേവതി അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? സച്ചേട്ടനില്ലായിരുന്നെങ്കിൽ അമ്മയുടെ മോന് കിട്ടേണ്ട ഡീലർഷിപ്പ് പോലും ക്യാൻസലായി പോയെന്ന് പറയും. അങ്ങനെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എല്ലാവരും സംസാരിക്കുകയാണ്. ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം രവി പറയും, മതി, ഇനി അതിൻ്റെ പേരിൽ സംസാരമൊന്നും വേണ്ട. ഇവനല്ലേ കൊണ്ടുചെന്ന് 30 ലക്ഷം രൂപ ഒരു പരിചയമില്ലാത്ത ഒരുത്തന്നെ കൊണ്ടുചെന്ന് കൊടുത്തത്. എത്രയും പെട്ടെന്ന് ആ കാശ് തിരിച്ചു വാങ്ങാൻ നോക്കുക. അതിന് ശേഷം മതി ഇവിടെ സംസാരമൊക്കെ. സച്ചി, നീ ആ വിശ്വനാഥിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പൈസ തിരിച്ച് സുതുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ സബ് ഡീലർമാർക്ക് പൈസ തിരിച്ച് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവർ തന്ന പൈസയ്ക്കുള്ള പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് കാശ് വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സച്ചി അവനെ കണ്ടുപിടിക്കണമെന്ന് പറയും. ശരി അച്ഛാ, ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ആ സച്ചിയും രേവതിയും കൂടി സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം എന്നാണല്ലോ അച്ഛൻ പറയുന്നത്. അതേ സച്ചിയേട്ടാ, എത്രയും പെട്ടെന്ന് ആ കാശ് അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചേട്ടന് സബ് ഡീലർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസക്കുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛനല്ലേ ഷോറൂമിൻ്റെ ഓണറെന്ന് പറയും. അത് ശരിയാ രേവതി, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ സച്ചിയേട്ടാന്ന് പറയുമ്പോൾ, മുമ്പ് ഞാൻ അയാളെ അന്വേഷിച്ചെന്ന സമയത്ത് ഒരു കരിക്ക് വിൽക്കുന്ന കടയിൽ കയറിയായിരുന്നു. അവിടെ വെച്ച് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരു സീരിയൽ നടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുവഴി ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറയും. അത് ശരി, എങ്കിൽ സച്ചിയേട്ടൻ അതുവഴി ഒന്ന് ആ ഭാഗത്തുനിന്ന് അന്വേഷിച്ച് നോക്കാൻ പറയും. അത് ഞാൻ പോയി ശരിയാവത്തില്ല രേവതി, എൻ്റെ സ്വഭാവം വെച്ച് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. ഞാനൊരു ഐഡിയ പറയാം, നീ അത് കേൾക്കുമെന്ന് ചോദിക്കും. എന്താ സച്ചിയേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, ആ ശ്രീകാന്ത് സാറിൻ്റെ വീട്ടിൽ നീ ഒന്ന് പോകണമെന്ന് പറയും. ഞാനെന്തിനാണ് പോകുന്നത് രേവതി? അത് നിനക്ക് പൂ വിൽപ്പനയല്ലേ, നീ ആ വീട്ടിൽ ചെന്ന് പറയണം, ഞാനിവിടെയൊക്കെ പൂ കൊടുക്കുന്നയാളെ സാറിൻ്റെ വീട്ടിൽ ഞാൻ പൂ തരാം എന്നൊക്കെ പറഞ്ഞ് അവരടുത്ത് സംസാരിക്കണം. അതിനുശേഷം നൈസിൽ കൂടി ഈ വിശ്വനാഥിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറയും. സച്ചേട്ടാ, അത് വേണം, നിനക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്ന് പറയും. ശരി, സച്ചേട്ടനോട് ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറയും. എനിക്ക് അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് ആ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സീരിയൽ നടൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കും. അങ്ങനെ പുള്ളിയാണ് ഇറങ്ങി വരുന്നത്. അടയ്ക്കും, സാറേ, ഞാൻ ഈ അടുത്ത വീടുകളിലൊക്കെ ഞാൻ പൂ കൊണ്ട് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് രേവതി എന്ന്. സാറിന് വേണമെങ്കിൽ ഞാനിവിടെ പൂ കൊണ്ടുതരാം. പൈസ മാസമോ ആഴ്ചയോ എങ്ങനെ വെച്ചാൽ തന്നാൽ മതി എന്ന് പറയും. അങ്ങനെയാണോ, ശരി വാ, കയറി വാന്ന് പറയും. അങ്ങനെ അയാളുടെ നല്ല പെരുമാറ്റമാണ്. നല്ല രീതിയിൽ രേവതിയോട് പെരുമാറുന്നുണ്ട്. അകത്തേക്ക് കയറ്റി ഇരുത്തും. അങ്ങനെ എനിക്ക് പൂജാമുറിയിലേക്ക് കുറച്ച് പൂ ആവശ്യമുണ്ടായിരുന്നു. എങ്കിൽ ശരി, എന്നും കൊണ്ടുവന്നോളൂ, ഞാൻ വേണ്ട പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും. ശരി സാറേ എന്ന് പറയും. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് അയാളുടെ നല്ല പെരുമാറ്റമൊക്കെയാണ്. അങ്ങനെ തിരിച്ച് രേവതി സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലോട്ട് വരും. അവിടെ വന്നിട്ട് രേവതി ശ്രീകാന്ത് സാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താ രേവതി, നീ പോയോ? ഞാൻ പോയി സച്ചിയേട്ടാ, പക്ഷെ നല്ല പെരുമാറ്റമാണ്. നമ്മൾ കരുതുന്ന കണക്ക് ഒരാളൊന്നുമല്ല, നല്ല പെരുമാറ്റവും നല്ല സംസാരമൊക്കെയാണ്. പൂ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ മാസത്തിൽ എല്ലാ ദിവസവും പൂ കൊണ്ടുതരാം, മാസത്തിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നിൻ്റെ കാഴ്ചയിൽ നല്ല ആളാണല്ലേ? നല്ല ആളാണ്. എങ്കിൽ പിന്നെ നോക്കണ്ട, അയാൾ ഫ്രോഡായിരിക്കും തന്നെ. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞത്? നിനക്കാദ്യം എന്നെ കണ്ടപ്പോൾ ഒരു ഗുണ്ടയായിട്ടല്ലേ തോന്നിയത്, പിന്നിൽ ഞാൻ വളരെ നല്ലവനാണെന്ന് മനസ്സിലായെന്ന് പറയും. സച്ചേട്ടൻ ഇപ്പോഴും ഗുണ്ട തന്നെ. എന്താ നീ പറഞ്ഞത്? അല്ല, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സച്ചേട്ടൻ ഒരു ഗുണ്ടയാവുമെന്ന് പറയും. മതി, ശരി, എങ്കിലൊരു കാര്യം ചെയ്യാം, നാളെ നീ കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ശരി സച്ചേട്ടാന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം ശ്രീകാന്ത് സാറിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, ഇതാരാ? സാറേ, എൻ്റെ പേര് സച്ചിദാനന്ദൻ, ഞാൻ രേവതിയുടെ ഭർത്താവാണെന്ന് പറയും. ഞാൻ സാറിൻ്റെ സീരിയലൊക്കെ കാണാറുണ്ട്, ഞാൻ സാറിൻ്റെ ഒരു ഫാനാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കും. പിന്നെന്താ, അങ്ങനെ പുള്ളിക്ക് നല്ല സന്തോഷവും. അങ്ങനെ പുള്ളി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. അതിനുശേഷം പറഞ്ഞു, ഞാൻ മുമ്പ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ച്? ഞാൻ മുമ്പ് ആ മുകളിൽ അവിടെ കാണുന്നൊരു വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓട്ടോ സംബന്ധമായിട്ട്. അപ്പോൾ അന്ന് സാറിനെ കാണാൻ പോയായിരുന്നു. പക്ഷേ അന്ന് ആൾക്കാരുടെ തിരക്കാരനെ കാണാൻ പറ്റിയില്ല. ആ വീട്ടിലൊരാളുണ്ടായിരുന്നല്ലോ, അയാളെയും കണ്ടായിരുന്നു പറയും. ആ വീട്ടിൽ സാർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്കോടെ വരാറുണ്ട്. അപ്പോൾ വിശ്വനാഥിനെ സാറിന് അറിയാമെന്ന് ചോദിക്കും. വിശ്വനാഥന്? പിന്നെ അയാൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് എന്നെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. ഞാൻ 1-2 തവണ അയാളുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ സാറിന് അയാളെ അറിയാവോ? അങ്ങനെ അറിയത്തില്ല, ഇവിടെ വന്ന് തന്നെ പരിചയപ്പെട്ടതാണെന്ന് പറയും. പിന്നെ അയാൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ ഹിൽ ടോപ്പിലുള്ള ആ ബംഗ്ലാവ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ മാനേജറോട് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതെന്തോ വലിയ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ അല്ല എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചെന്ന് പറയും. പിന്നെ അതിനുശേഷം അയാൾ ആർക്കാ ബംഗ്ലാവ് കൊടുത്തെന്ന് പറഞ്ഞു. എന്തായാലും ഏതൊരു മണ്ടനായിരിക്കും ഇത് മേടിച്ചത്. അയാളെക്കുറിച്ച് അയാൾ അത്ര ആൾ ക്ലിയർ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് വിട്ടതെന്ന് പറയും. നല്ലോണം ഒന്ന് അന്വേഷിച്ചപ്പം എന്തൊക്കെയോ ഒരു കള്ളത്തരം അയാളുണ്ടെന്ന് മനസ്സിലായെന്ന് പറയും. സാറേ, ഞാനൊരു സത്യം പറയാം, ആ ബംഗ്ലാവ് മേടിച്ചിരിക്കുന്ന മണ്ടൻ എൻ്റെ ചേട്ടനാന്ന് പറയും. തൻ്റെ ചേട്ടനോ? ആ, തൻ്റെ ചേട്ടൻ ആളൊരു ഭൂലോക മണ്ടനാണല്ലോ, അയാളൊരു പക്കാ ഫ്രോഡാണ്. അയാളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പോയി 30 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുമെന്ന് നോക്കും. അതേ സാറേ, അയാൾ കൊടുത്ത ഡോക്യുമെൻ്റ് എല്ലാം വ്യാജമായിരുന്നു. ഡോക്യുമെൻ്റ് എല്ലാം വായിച്ച് നോക്കിയ ശേഷമാണ് എൻ്റെ ചേട്ടൻ പൈസ കൊടുത്തത്. പക്ഷേ അതെല്ലാം വ്യാജമാണെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സാറിന് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമെന്ന് ചോദിക്കും. എനിക്ക് വിശദമായിട്ടൊന്നും അറിയത്തില്ല, എനിക്ക് അറിയാവുന്നത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കും. സാറിന് അയാളുടെ ഫോട്ടോ വല്ലതും കയ്യിൽ ഇരിപ്പുണ്ടോ? ഫോണിൽ എടുത്തതോ അങ്ങനെ വല്ലതും? അങ്ങനെ ഫോട്ടോ എടുക്കാൻ വല്ല വേണ്ട അടുപ്പമൊന്നും ഇല്ലല്ലോ, ഇവിടെ വന്ന് 1-2 തവണ കണ്ടെന്നേ ഉള്ളെന്ന് പറയും. പിന്നെ അയാളുടെ വീട് എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിക്കും. വീട് കോഴിക്കോടാണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. ഓ, അങ്ങനെയാണോ എന്ന് പറയും. അപ്പം മറ്റ് ഫോൺ നമ്പരും അങ്ങനെ അതൊക്കെ വ്യാജ ഫോൺ നമ്പർ ആയിരിക്കുമല്ലോ, വിശദവിവരങ്ങളൊന്നും അറിയത്തില്ല. കോഴിക്കോട് ആണ് വീട്. എങ്കിലും സാർ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തെങ്കിലും ഒരു വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കാർഡും ഒക്കെ കൊടുക്കും. ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിൽ വരികയാണ്. അവർ പോയി അന്വേഷിച്ച് വിവരങ്ങൾ മൊത്തം വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. വീട്ടിലെല്ലായിടത്തും പറയും, അച്ഛാ, അയാളൊരു പക്ക ഫ്രോഡാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ ശ്രീകാന്ത് സാറ് വളരെ നല്ല മനുഷ്യനാണ്. അയാൾക്ക് കോഴിക്കോടാണ് വിശ്വനാഥിൻ്റെ വീടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അയാളുടെ ഫോട്ടോയൊന്നും ആരുടെ കാര്യമില്ലെന്ന് പറയും. ഉടനെ സുധീർ ചോദിക്കും, എടാ, നീ അയാളെ പരിചയപ്പെട്ട സമയത്ത് അയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഫോട്ടോ വല്ലതും നിൻ്റെ ഫോണിലുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ സുധീർ പറയും, എൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഒന്നും ഇല്ലെന്ന് പറയും. ഇനിയിപ്പോൾ എന്ത് ഫോട്ടോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് എൻ്റെ ടാക്സി സ്റ്റാൻഡിലോട്ടും ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാമായിരുന്നു എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം എന്ന് പറയും. ഫോട്ടോ എങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വഴിക്കൊന്ന് അന്വേഷിക്കാം. അപ്പോഴത്തേക്ക് രേവതി പറയും, സച്ചേട്ടാ, മുമ്പ് ശ്രുതിയും നിങ്ങളുടെ ചേട്ടനും കൂടി അമ്പലത്തിൽ വെച്ചല്ലായിരുന്നു 5 ലക്ഷം രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തത്? ആ സമയത്ത് അമ്പലത്തിൽ പോയ സമയത്ത് ഞാനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ. ആ അമ്പലത്തിൽ CCTV ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ CCTV വിഷ്വൽസ് കിട്ടുമല്ലോ, നമുക്ക് അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലേ. അപ്പോൾ എന്തൊരു ഐഡിയ രേവതി, നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ എന്ന് പറഞ്ഞ് സച്ചിയും ഷേക്കാറ്റ് കൊടുക്കാതെ ഉടനെ പറയും. എല്ലാവരും അതിശയിച്ചിരിക്കാണ്ട് രേവതിയുടെ ബുദ്ധി ആലോചിച്ച്, എങ്കിൽ ശരി, നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് അവിടുന്ന് CCTV ഫോട്ടേജ് കിട്ടിയിട്ട് അവിടുന്ന് അന്വേഷിക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയും, ഇനി നിങ്ങൾ അതിൻ്റെ പുറമെ അന്വേഷിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി CCTV മേടിച്ചിട്ട് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയും. ഉടനെ സച്ചി പറയും, ഇത്രയും ഞങ്ങളല്ലേ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്, ഇനി ബാക്കി കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, വേണ്ട, ഇത് ഞങ്ങളുടെ കാശിലേ നഷ്ടപ്പെട്ടത്, അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയും, ശരിയാ, നിങ്ങളെക്കാൾ ബുദ്ധിയും കഴിവും ശ്രുതിക്കുണ്ട്, അവർ ചെയ്തോളും, അവരുടെ പണവരെ നഷ്ടപ്പെട്ടത്, അതിൽ അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. എങ്കിൽ നിങ്ങളാരും ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പറയും. അപ്പോഴത്തേക്ക് അവരുടെ കാര്യം നോക്കി അവർ ചെയ്യാമെന്ന് പറഞ്ഞേയില്ല. അതുകൊണ്ട് എനിക്ക് ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയും. അപ്പോഴും സച്ചിക്കും രേവതിക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല. അവരെ എത്രയും കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയും കൂടി എങ്ങനെയും കണ്ടുപിടിക്കാമെന്ന് കരുതുന്നതാണ്. പക്ഷേ അവർ സമ്മതിക്കത്തില്ല, അവർ ചെയ്യാമെന്നങ്ങ് പറയും. അതിനുശേഷം ശ്രുതി ചെന്ന് ആൻ്റണിയുടെ സഹായം ആവശ്യപ്പെടും. ആൻ്റണിയുടെ പറയും, ഇങ്ങനെ വിശ്വനാഥൻ ഞങ്ങൾ 30 ലക്ഷം രൂപ കൊടുത്തു, ഞങ്ങളൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, ആ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അയാൾക്ക് ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തത് ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് 5 ലക്ഷം രൂപ. അതിൻ്റെ CCTV ഫോട്ടേജിനകത്ത് അയാളുടെ ഫോട്ടോ ഉണ്ട്. ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണം. ആൻ്റണി അവിടെ പോയി CCTV ഫോട്ടേജൊക്കെ മേടിക്കണമെന്ന് പറയും. അങ്ങനെ ആൻ്റണി അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് CCTV വിഷ്വൽസൊക്കെ ആവശ്യപ്പെടും. പക്ഷേ ആൻ്റണി ഒരു ഗുണ്ടയാണെന്നും ഒരു കള്ളനാണെന്നൊക്കെ അറിയാവുന്ന ക്ഷേത്ര ജീവനക്കാർ ഒരു കാരണവശാലും ആൻ്റണിക്ക് CCTV വിഷ്വൽസ് കൊടുക്കത്തില്ല. അതിനുശേഷമാണ് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. സച്ചിയും രേവതിയും നല്ല പരിചയമുണ്ട്. രേവതി ആ ക്ഷേത്രത്തിൽ മുമ്പ് ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ പൂ കെട്ടിയൊക്കെ ചെയ്യുന്നതാണ്. അവർക്ക് രേവതി വിശ്വാസമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും, ശരി, ഞങ്ങൾ തരാമെന്ന് പറയും. അങ്ങനെ അവിടുന്ന് CCTV ഫോട്ടേജ് എല്ലാം കൊടുക്കുകയാണ്. ആ ഫോട്ടേജും വെച്ചുകൊണ്ടാണ് അയാളുടെ ഫോട്ടോ മാത്രം എടുത്തിട്ട് സച്ചി ആ കാര്യം എല്ലാ ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യും. പരിചയക്കാർക്കെല്ലാം ഫോട്ടോ അയച്ചു കൊടുക്കും. പക്ഷേ ഈ കാര്യമൊന്നും അവർ വീട്ടിൽ പറയത്തില്ല. അവർ തമ്മിൽ സംസാരിക്കും, നമ്മൾ ഇനി നടക്കുന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയിപ്പിക്കേണ്ട, പൈസ കിട്ടിയതിന് ശേഷം അയാളെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് സച്ചിൻ രേവതിയും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ അതിനുശേഷം അന്വേഷിക്കും. അതിനുശേഷം സച്ചിക്ക് ഒരു ഫോൺ കോൾ വരും. ഫോൺ കോൾ വരുമ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ ഒരു സ്ഥലത്ത് ഒരു വീട് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അത് കച്ചവടമാക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്ത ഇരയെ തേടി അയാൾ നോക്കുവാണ്. ഇതറിയുന്ന സച്ചി ആ വീട് അന്വേഷിച്ച് രേവതിയായിട്ട് അവിടെ ചെല്ലുകയാണ്. ഉടനെ വീട് വാങ്ങാനുള്ള
ആൾക്കാരായിട്ടാണ് സച്ചിൻ രേവതി അവിടെ ചെല്ലുന്നത്. അങ്ങനെ വിശ്വനാഥൻ കതക് തുറക്കും. ഉടനെ ചോദിക്കും, സാറേ എൻ്റെ പേര് സച്ചി, സാർ ഒരു വീട് വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വന്നവർ, ഓ അതെ അതെ ഞാനാണ് അത് പറഞ്ഞതെന്ന് പറയും. എൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് പഴയതുപോലെ തന്നെ സംസാരിക്കുകയാണ്. അകത്തോട്ട് കയറും. പക്ഷേ സച്ചിയെ കാണുമ്പോൾ എവിടെയോ കണ്ടൊരു പരിചയമുണ്ട്. മുമ്പ് സുധി വീട് പഠിക്കാൻ ചെന്ന സമയത്ത് ഇവർ വണ്ടി തമ്മിൽ കൂട്ടിമുട്ടി ആ ഒരു പരിചയമുണ്ട്. പക്ഷെ മുഖം അത്ര ഫെമിലിയർ അല്ല, ചെറിയൊരു പരിചയം തോന്നിക്കും. എവിടെയോ കണ്ടൊരു പരിചയം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത്. ഓ ശരി, എങ്കിൽ അകത്തോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ അയാളുടെ വൈഫ് അവിടെ ഉണ്ടായിരുന്നു. പഴയതുപോലെ തന്നെ അതിൻ്റെ തനിയാവർത്തനമാണ്. അതേ കണക്കുള്ള രീതിയിൽ പെരുമാറ്റവും സ്നേഹവും കാണിക്കും. അതിനുശേഷം പറയും, ഞാൻ ഇത്ര രൂപയാണ് ബംഗ്ലാവിന് പറഞ്ഞേക്കുന്നത്, ഇത്ര രൂപ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയും. അപ്പം നീ അടുത്ത ആളിനെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുവാണ് അല്ലേടാ എന്ന് പറഞ്ഞ് അകത്തോട് കയറുന്ന സച്ചിയുടെ രൂപവും പെരുമാറ്റവും ഒക്കെ മാറുകയാണ്. ഉടനെ ചോദിക്കും, നിങ്ങളെന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വീട് മേടിക്കാൻ വന്നിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ മുമ്പ് ഹിൽ ടോപ്പിൽ ഒരു വീട് വിൽക്കാൻ ഇട്ടിരുന്നില്ലേ, 5 കോടി രൂപയുള്ള ബംഗ്ലാവ് 3 കോടി രൂപയ്ക്ക് കൊടുത്തത്, അത് മേടിച്ചത് എൻ്റെ സഹോദരനാണ് സുധീന്ദ്രൻ. നീ അവൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് മുങ്ങിയവനല്ലേടാ. ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് നടന്നതാന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വനാഥനെ അവിടെ അങ്ങ് പഞ്ഞിക്കിടുകയാണ്. അങ്ങനെ അവിടംവരെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഇനി വിശ്വനാഥിനെയും കൂട്ടിക്കൊണ്ട് നേരെ ചന്ദ്രോദയത്തിൽ വിടും. അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം 30 ലക്ഷം രൂപ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കും. അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.